So listen here. നമ്മൾ f of x is equal to x plus 2 by 3x minus 1 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് നമ്മൾ x ആയപ്പം x plus 2 by 3x minus 1 ആണെങ്കിൽ f of x ആകുമ്പോ ഈ x ന് പകരം f of x കൊടുത്താ പോരെ? സംശയം ഉണ്ടോ? അപ്പൊ എന്തായിട്ട് മാറും? f of x എന്ന് പറഞ്ഞാൽ എന്താ? x plus 2 by 3x minus 1 അല്ലേ? plus 2 divided by 3 into എന്താ വരിക? x plus 2 divided by 3x minus 1 ആവൂലേ? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ നോക്കിക്കേ, നീ x plus 2 ഉണ്ട്, പിന്നെ ഒരു 6x ഉണ്ട്, പിന്നെ ഒരു -2 ഉണ്ട്, ഉണ്ടോ? ഡിവൈഡ് ബൈ 3x minus 1 അല്ലേ? താഴെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോ 6x ഉണ്ട് പ്ലസ് 4 ഉണ്ട് അല്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവിടെ ഒരു -3x വരും, പ്ലസ് 1 വരും. ഓക്കെ, 3 into x 3x 3 into 2 സോറി 3x ആണേ, മാറിപ്പോയതാ. 3x plus 6 ആട്ടെ വരിക, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത മാറിയതാണ്. ഈ 3 into x ചെയ്യുമ്പോൾ 3x വരും. ഓക്കെ, പിന്നെ ആ 3 into 2 ചെയ്യുമ്പോൾ 6 വരും. ഓക്കെ, പിന്നെ ഈ 3x ഈ -1 ചെയ്യുമ്പോഴാണ് -3x, ഈ -1 ചെയ്യുമ്പോഴാണ് +1, ഓൾ ഡിവൈഡ് ബൈ 3x minus 1 കിട്ടൂലേ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ എക്സും സോറി ഈ 2ഉം -2ഉം കട്ട് ചെയ്തൂടെ? ഈ 3xും -3xും കട്ട് ചെയ്തൂടെ? മുകളിൽ ഈ 3x minus 1ഉം 3x minus 1ഉം കട്ട് ചെയ്തൂടെ? മുകളിൽ 7x ഇല്ലേ? ഉണ്ടോ? താഴെ 6 plus 1 7 ഇല്ലേ? 7x by x ന്റെ ആൻസർ എന്തായിരിക്കും? x ആയിരിക്കും. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ചെയ്യണേ, ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറയാം. അടുത്തിലോട്ട് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? അത് ഓപ്ഷൻ ഇല്ല, അപ്പൊ ഞാൻ ചെയ്ത് കാണിക്കണോ? ഓപ്ഷൻ ഇല്ല, ചെയ്ത് കാണിക്കണോ? കാണിക്കട്ടെ. f of x is equal to root x, g of x 2x minus 3. FOG of x അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഈ FOG of x എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇറ്റ് ഈസ് f of g of x എന്നാണ്. ഓക്കെ, ഇവിടെ എക്സിന്റെ പണി എന്താ? എക്സിന്റെ പണി എന്താ? f of x ന്റെ പണി എന്താ? എന്താണോ എക്സിന്റെ ഉള്ളിൽ വരുന്നത് പുറത്തെടുക്കുമ്പോൾ അതിന്റെ റൂട്ട് അല്ലേ? g of x എന്ന് പറഞ്ഞാൽ 2 into x, g യുടെ ഉള്ളിലുള്ളത് -3 എന്നല്ലേ? അപ്പൊ f of g of x ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? പറ. 2x minus 3 കൊടുത്തൂടെ? f of x ന്റെ പണി എന്താ? f ന്റെ ഉള്ളിൽ എന്താണോ അതിന്റെ റൂട്ട് അല്ലേ? അപ്പൊ f of 2x minus 3 എന്താ വരിക? That's all. Okay, സംശയം ഉണ്ടോ? അതൊക്കെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇനി 3 നോക്കിയേ. എന്താ 3? റേഞ്ച് ഓഫ് ദി ഫങ്ഷൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? f of x ന്റെ വാല്യൂസിന്റെ മിനിമം വാല്യൂ ടു മാക്സിമം വാല്യൂ. f of x എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദി പോസിബിൾ വാല്യൂസ്. മനസ്സിലാവുന്നുണ്ടോ? f of x ന്റെ പോസിബിൾ വാല്യൂസിനെ മുഴുവനായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? പറയൂ. ഇപ്പൊ നോക്കിക്കേ, f of x is equal to, അതായത് അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ ടു അതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ, അതാണ് റേഞ്ച്. ഓക്കെ അല്ലേ? ഈ x² plus 2x plus 2 എനിക്ക് x² plus 2x plus 1 plus 1 എഴുതിക്കൂടെ? നോക്ക്, അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് x plus 1 the whole square plus 1 ആവൂലേ? അപ്പൊ f of x കിട്ടി എന്താ? x plus 1 whole square plus 1 അല്ലേ? ഞാൻ ആദ്യം ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. പറയട്ടെ, ഈ x plus 1 whole square പോസിറ്റീവ് അല്ലേ? പോസിറ്റീവിനോട് ഈ 1 കൂട്ടിയ വീണ്ടും പോസിറ്റീവ് അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ f of x ഒരു പോസിറ്റീവ് എന്ന് ഉറപ്പായില്ലേ? പോസിറ്റീവിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് വാല്യൂ ഏതാ? ഇൻഫിനിറ്റി. അപ്പൊ ഈ f of x ന്റെ ഏറ്റവും വലിയ വാല്യൂ ഇൻഫിനിറ്റി എന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഇനി ഏറ്റവും മിനിമം വാല്യൂ വേണ്ടേ?
ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഏറ്റവും മിനിമം വാല്യൂ എപ്പോഴാണ് വരിക? എക്സ് -1 ആകുമ്പം 0 ആയി പോലെ. കാരണം x+1 ഹോൾ സ്ക്വയർ ഒരു സ്ക്വയർഡ് വാല്യൂ അല്ലേ പെണ്ണേ? ഈ സ്ക്വയർഡ് വാല്യൂന്റെ ഏറ്റവും ചെറിയ വാല്യൂ 0 അല്ല. 0ലേക്കാളും താഴെ സ്ക്വയർഡ് വാല്യൂ വരുമോ? അപ്പൊ x+1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയർഡ് വാല്യൂവിന്റെ സ്ക്വയർഡ് ഫംഗ്ഷന്റെ ഏറ്റവും ചെറിയ വാല്യൂ 0 അല്ലേ? ആ 0 എന്തും കൂടെ കൂട്ടണം, 1 കൂടെ കൂട്ടണ്ടേ? അപ്പൊ f(x) ഏറ്റവും ചെറിയ വാല്യൂ 1 ആയിരിക്കില്ലേ? മനസ്സിലാവുന്നുണ്ടോ? So what is the answer? അപ്പൊ ഇതിൽ 1 ഇൻക്ലൂഡിംഗ് ആണ് കേട്ടോ. 1 to infinity. ഇവിടെ ഓപ്ഷനിൽ ഓപ്പൺ ആയിട്ട് കൊടുത്താണ്, ക്ലോസ്ഡ് ആണ് വേണ്ടത്. സോ A is the answer. 1 ഇൻക്ലൂഡിംഗ് ആണ്, 1 വരും. സോ ക്ലോസ്ഡ് 1, കാരണം നീ കണ്ടോ എയും ഡിയും സെയിം ഓപ്ഷൻ അല്ലേ? അതിൽ എക്ക് ക്ലോസ്ഡ് ഉണ്ട്. ഓക്കെ, ക്ലോസ്ഡ് ആണല്ലോ, കാരണം മനസ്സിലായല്ലോ. 1 അതിന്റെ മിനിമം വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണല്ലേ? 1 മുതൽ കൂടി 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 ഇൻഫിനിറ്റി വരെ പോകാം. ദാറ്റ്സ് വൈ 1 to infinity. അപ്പൊ ഒരു f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ആ f(x)ന്റെ പോസിബിൾ വാല്യൂസ് മിനിമം ടു മാക്സിമം ആണ്. അത് പല രീതിയിൽ വരും. ഈ ഒരു കേസിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി പറയട്ടെ? സംശയമില്ലല്ലോ. അടുത്ത ചോദ്യം 7. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. 7 ഞാൻ നിങ്ങൾക്ക് തന്നു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. അപ്പൊ നോക്കി, a+b എന്ന് പറഞ്ഞ a² + b² അല്ലേ പെണ്ണേ? അപ്പൊ ഈ 2+3 എങ്ങനെ എഴുതാ? 2+3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2² + 3² ആയിരിക്കില്ലേ? ആവോ? a+b a² + b² ആണെങ്കിൽ 2+3 2² + 3² ആയിരിക്കില്ലേ? ഈ 2² + 3² എന്ന് പറഞ്ഞാൽ 13 വരും. ആ 13നെ വീണ്ടും എന്ത് ചെയ്യണം? 4 ആയിട്ട് പ്ലസ് ചെയ്യണ്ടേ? വേണോ? ഹലോ. So 13 + 4 എന്തായിട്ട് മാറും? ഡെഫിനിഷൻ പ്രകാരം 13² + 4² എന്നാവൂലേ? അപ്പൊ 169 + 16 ആവൂലേ? That is equal to how much? 185. ഇത് +2 എന്താ പറയാ, ബൈനറി ഓപ്പറേഷൻസ് വരുന്ന ചോദ്യമാണ്. ഓക്കെ, കഴിഞ്ഞോ? അതിലടുത്ത ചോദ്യം നോക്കണം. 8ാമത്തെ ചോദ്യം നോക്കിക്കോ. ഞാൻ ഫോർമുല പറഞ്ഞിരുന്നു, നീ ചെയ്താൽ മതി കേട്ടാ. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം അല്ലെ? എയിൽ m എലമെന്റ്സ് ബിയിൽ n എലമെന്റ്സും ആണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടല്ലോ? എയിൽ എത്ര എലമെന്റ്സ് ആണ്? ബിയിലോ? അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് n⁻m ആയിരിക്കും. അപ്പൊ നീ ചെയ്ത് നോക്കൂലേ എത്ര ആൻസർ എന്ന്? ഇവിടെ 4 ആണ് m, n 3 ആണ്. ആൻസർ പറ വേഗം. 3/4 ആൻസർ എന്താ? എന്താ ആൻസർ? 81. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകണേ. ഒരു മിനിറ്റ്, ഡെഫിനിഷൻ ഇല്ല, ഇൻകംപ്ലീറ്റ്. ഇതും ചെയ്യോ? 14 ട്രൈ ചെയ്യോ? ഒന്ന് ചെയ്തേ നോക്കട്ടെ.
ചെയ്യണേ. ട്രൈ ചെയ്തോളൂ. ഞാൻ പറയണോ അതോ ട്രൈ ചെയ്യോ? 2x plus 1 ആൻസർ എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പം എഫ് ഓഫ് 2x വരും അല്ലേ? എഫ് ഓഫ് എക്സ് കറക്റ്റാ. 2x plus 1 ഡി ഓക്കെ അല്ലേ? അടുത്ത 15 നോക്ക്. 15ാമത്തെ ചെയ്ത് നോക്ക്. ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ പോസിബിൾ വാല്യൂസ് ആണ് കേട്ടോ, മറക്കരുതേ. എക്സിന്റെ പോസിബിൾ വാല്യൂസ്. എക്സിന് അവിടെ എന്തൊക്കെ പോസിബിൾ വാല്യൂസ് വരാമെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞോട്ടെ? ലിസൺ ഹിയർ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഈ സൈൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെ ഈ എഫ് ഓഫ് എക്സിന് വൈന്ന് കൊടുക്കുക. അപ്പൊ എന്തായിട്ട് മാറും? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് 5/2 എന്നാവൂലേ? അപ്പൊ സൈൻ y ഈക്വൽ ടു എക്സ് പ്ലസ് 5/2 എന്നാവൂലേ? അപ്പൊ ഈ സൈൻ y എന്ന് പറയുന്ന ഓർത്ത് വെക്കണം, സൈൻ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, മിനിമം വാല്യൂ -1 ആണ്. അതായത് നമുക്ക് എഴുതാം സൈൻ y എന്ന് പറയുന്ന ഏതൊരു സൈൻ ഫംഗ്ഷന്റെയും വാല്യൂ 1ന്റെയും -1ന്റെയും ഇടയിൽ കിടക്കും. ഓക്കെ ആണോ? എവിടെ കിടക്കും? 1ന്റെയും -1ന്റെയും ഇടയിൽ. അപ്പൊ നമുക്ക് എഴുതാം -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ വൈക്ക് പകരം ഇവിടെ എന്താ കിട്ടിയത്? അല്ലെങ്കിൽ എന്താ കിട്ടിയത്? എക്സ് പ്ലസ് 5/2 അല്ലേ? വിച്ച് ലൈസ് ബിറ്റ്വീൻ 1 ആണോ? രണ്ട് കൂട്ടരെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ -2 ആയിട്ട് മാറും. ഇവിടുത്തെ 2 വെട്ടിപ്പോയിട്ട് എക്സ് പ്ലസ് 5 കിട്ടും. ഇവിടുത്തെ 2 ആയിട്ട് മാറും. ആണോ? രണ്ടിനും നമ്മൾ 5 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ -7 വരുമോ? ഇവിടെ എക്സ് വരുമോ? 5 കുറച്ച് -3 വരും. 5 കുറച്ചാൽ കാരണം മനസ്സിലായല്ലോ. എക്സ് പ്ലസ് 5നെ എക്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും 5 കുറയ്ക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എക്സിന്റെ ഏറ്റവും വലിയ വാല്യൂ എത്ര? -3 അല്ലേ? എക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാ? -7. അപ്പൊ ഇതിന്റെ ഇടയിലായിരിക്കും -7ഉം -3 ചെയ്തോളൂ. അടുത്ത പറയട്ടെ? ഡൗട്ട് ഉണ്ടോ? ഇനി നമ്മള് ലോഗരിതത്തിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? 11ാമത്തെ ക്വസ്റ്റ്യൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ പോസിബിൾ വാല്യൂസ് എന്നാണല്ലോ ഞാൻ പറഞ്ഞില്ലേ? ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ലോഗിന്റെ ഉള്ളിലുള്ള ടേം ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അതൊരു റൂൾ ആണ് കേട്ടോ. ലോഗിന്റെ ഉള്ളിലുള്ള വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0. അപ്പം ലോഗിനുള്ളിൽ ഇവിടെ എക്സ് പ്ലസ് 3 ആണ്, അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ -3 ആണോ? എന്ന് വെച്ചാൽ അതിന്റെ ഇന്റർവെൽ എന്താ? എക്സിന് ഇന്റർവെൽ എന്താ? -3 to ∞ കിട്ടൂലേ? കിട്ടും. ആണോ? ഏകദേശം ഡി ഓപ്ഷൻ നമുക്ക് കുത്താം അല്ലേ? പക്ഷെ ഒരു കാര്യം കൂടെ തന്നിട്ട്, ഡിനോമിനേറ്റർ കണ്ടോ? x² + 3x + 2. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ടേമുകൾ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. പഠിച്ചിട്ടുണ്ടോ? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാൻ അറിയാലോ. എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു -1 എന്നും എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു -2 എന്നും കിട്ടും ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അല്ലേ? ഈ പറയുന്ന -1ഉം -2ഉം ഈ -3 to ∞ ഇടയിൽ കിടക്കുന്ന ആൾക്കാരല്ലേ? അപ്പം ഈ -3 to ∞ ഇടയിൽ ആരെ നമ്മൾ ഒഴിവാക്കണം? -1 -2 എക്സിന് പാടുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? -3 ∞ എന്ന് പറയുന്ന എക്സിന്റെ വാല്യൂസിന്റെ സെറ്റിൽ നിന്നും എക്സിന് പറ്റാത്ത വാല്യൂസ് ആയിട്ടുള്ള സെറ്റ് -1നെയും -2നെയും ഒഴിവാക്കണ്ടേ? So which option? D. ചെയ്തോ? കഴിഞ്ഞോ? സംശയം ഉണ്ടോ? ഇല്ലല്ല. ഗുഡ്. ചെയ്തേ.
ഓക്കെ ആണോ? കിട്ടണില്ല സർ. വായിച്ചു നോക്കിയോ? ഉം. ഇപ്പൊ നോക്കിക്കേ, സിമ്പിൾ സാധനമാണ്, നോക്കണം. നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫോർമുല പഠിക്കുന്നുണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് കിട്ടും പി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ ബി, പി ഇസ് ഈക്വൽ ടു 1000 പ്ലസ് 500 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് അല്ലേ? ഈ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ എന്തേ പറഞ്ഞിട്ടുള്ളൂ? 1-നേക്കാളും കൂടുതലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. 1 or 1-ൽ കൂടുതലോ ആവാം അല്ലേ? സംശയമില്ലല്ലോ. ഈ ഫോമുല അവിടെ നിൽക്കട്ടെ, ബാക്കി ഞാൻ മുകളിൽ എഴുതും, നോക്കണം. എന്റെ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. എയിൽ 1000 ആൾക്കാര്, ബിയിൽ 500 ആൾക്കാര്. അപ്പൊ എയിലും ബിയിലും കൂടി കോമൺ ആകുന്ന മാക്സിമം ആൾക്കാരുടെ എണ്ണം 500-ൽ കൂടുതലല്ലോ? 500 അല്ലേ മാക്സിമം വരുള്ളൂ? ആണോ? ഈ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാന്ന് തന്നിട്ടുണ്ട്? എത്രയാ? 1 അല്ലേ? അപ്പൊ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 1 അല്ലേ? ഹലോ, ഹയസ്റ്റ് വാല്യൂയോ? ഹലോ, ഹയസ്റ്റ് വാല്യൂ എത്രയാ? 500. 500. കുഴപ്പമുണ്ടോ? അല്ലല്ലോ. 500 അല്ലേ? അതെ. അപ്പൊ ഞാൻ ആദ്യം പി കാണാൻ വേണ്ടിയിട്ട് പിയുടെ ഏറ്റവും ചെറിയ വാല്യൂ വലിയ വാല്യൂ ഇതല്ലേ ഇന്റർവെല്ല് ചോദിച്ചിരിക്കുന്നേ? ആണോ? അപ്പം ആദ്യം എൻ ഓഫ് എ ഇന്റർസെക്ഷന്റെ ചെറിയ വാല്യൂ 1 ഞാൻ കൊടുക്കുമ്പോ 1500 മൈനസ് 1 ഈക്വൽ ടു 1499 കിട്ടൂലേ? പിന്നെ ഞാന് ആ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വലിയ വാല്യൂ ആയിട്ടുള്ള 500 കൊടുക്കുമ്പോ 1000 പ്ലസ് 500 മൈനസ് 500 എന്ന് കിട്ടൂലേ? അപ്പൊ എത്ര വരും? 1000 വരൂലേ? അപ്പൊ പിയുടെ ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ട് എത്ര കിട്ടിയ നമുക്ക്? 1000 അല്ലേ? പിയുടെ ഏറ്റവും വലിയ വാല്യൂ ആയിട്ടോ? 1499. So what's the answer? Option E. കാരണം പിയുടെ ഏറ്റവും ചെറിയ വാല്യൂ 1000 ഇൻക്ലൂഡിംഗ് 1000, ഏറ്റവും വലിയ വാല്യൂ 1499. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ സർ. ചെയ്യും. എന്താ 27 പറയുന്നത്? The shaded region represents എന്നല്ലേ? അതിൽ ഞാൻ പറഞ്ഞുതരാം, സമയം കളയണ്ട. ഈ ഒരു ഷേഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മൈനസ് ബി. ഇറ്റ് ഇസ് എ വെൻ ഡയഗ്രാം ഓഫ് എ മൈനസ് ബി. ഓക്കെ, ഈ ഷേഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ വെൻ ഡയഗ്രാം ഓഫ് ബി മൈനസ് എ അല്ലേ? രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഷേഡ് അല്ലേ മൊത്തം? കാരണം ഷേഡഡ് റീജിയൻ എന്ന് പറയുമ്പം എ മൈനസ് ബിയും ബി മൈനസ് എയും കമ്പൈൻ ചെയ്യണ്ടേ? എ മൈനസ് ബിനെയും ബി മൈനസ് എനെയും കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യൂണിയൻ യൂസ് ചെയ്യും. സോ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ വിൽ ബി ദി ആൻസർ. ബാക്കി പറയട്ടെ. അത് ജി ഓഫ് എക്സ് ഒക്കെ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. 31 ഒന്ന് ചെയ്തേ, വേഗം ട്രൈ ചെയ്ത് നോക്കി, പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കി. 31 അത് ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്, മനസ്സിലായ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ജസ്റ്റ് ഒരു 30 seconds ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ലിസൺ ഹിയർ. അപ്പൊ നമ്മള് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ എ പ്ലസ് ബി 5 ഇസ് ഈക്വൽ ടു എ ബൈ എ പ്ലസ് ബി എന്ന് കൊടുത്തു. ഈ രണ്ടിൽ നിന്നും എനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ന്യൂമറേറ്റർ 1 ആയി, ഡിനോമിനേറ്റർ 1 ആയി, ബി ബൈ എ ആയിട്ട് മാറി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് അവിടുന്ന് ബി ബൈ എ ഈക്വൽ ടു -4/5 എന്ന് കിട്ടി അല്ലെ? നമ്മൾ ബി സ്റ്റാർ എ കാണാൻ വേണ്ടി ഡെഫിനേഷൻ പ്രകാരം ബി ബൈ ബി പ്ലസ് എ എന്ന് എഴുതി. അവിടെ നമ്മൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 ബൈ എ ബൈ ബി പ്ലസ് 1 കിട്ടി. ബി ബൈ എയുടെ വാല്യൂ -4/5 ആണെങ്കിൽ എ ബൈ ബിയുടെ വാല്യൂ -5/4 കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -4 കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം.
37ാമത്തെ ചോദ്യം നോക്കണം. 37th ചോദ്യം. 37. വേഗം 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 വേഗം. അൽഹംദുലില്ലാ. ഓക്കെ ആണോ? ഞാൻ ചോദിക്കാം, ചെയ്യട്ടെ? ലോഗിന്റെ ഫസ്റ്റ് ലോഗിന്റെ ഉള്ളിലല്ലേ log 3 log 4x? അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഫസ്റ്റ് ലോഗിന്റെ ഉള്ളിലുള്ള log 3 log 4x എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആവണ്ടേ? ഞാൻ അത് പറഞ്ഞില്ലേ? സംശയം ഉണ്ടോ? ഇല്ല. ഈ ലോഗിന്റെ ഉള്ളിലുള്ള വാല്യൂ അല്ലേ ഈ പറയുന്ന log 4x? ഒരു മിനിറ്റ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ ലോഗിന്റെ ഉള്ളിലുള്ള log 4x ഗ്രേറ്റർ ദാൻ 0 ആവണ്ടേ? വേണോ? സംശയം ഉണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ് ട്ടാ. log x to the base a equal to b എന്ന് പറഞ്ഞാൽ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി പറയാണേ. ലോഗിന്റെ ഡെഫിനിഷൻ ആണ് log x to the base a is equal to b എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആ x എന്ന് പറയുന്നത് will be equal to a raised to b ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതേ കൺസെപ്റ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. കൺസെപ്റ്റ് എന്താ പറഞ്ഞേ? എന്താ കൺസെപ്റ്റ് പറയൂ? പറടൂ. ലോഗ് ഈക്വൽ ടു ബി ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ a raised to b ആയിരിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ log 3 ഇല്ലേ പെണ്ണേ? ആ log 3യുടെ ഉള്ളിലുള്ള ടേം അല്ലേ ഇത്? അപ്പം ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ log x4 അല്ലേ? എക്ക് പകരം 3 അല്ലേ? ബിക്ക് പകരം 0 അല്ലേ? ഈക്വലിന് പകരം ഗ്രേറ്റർ ദാൻ ഉണ്ടെന്നുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ? അപ്പം ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് എക്സിന് പകരം എന്ത് എഴുതാം? log x to the base 4 എന്ന് എഴുതിക്കൂടെ? ഈക്വൽ ടുന് പകരം ഗ്രേറ്റർ ദാൻ എഴുതിക്കൂടെ? a raised to b എന്ന് പറയുമ്പോ 3 raised to 0 എന്നാവൂലേ? ആവോ? അപ്പൊ എന്താ എഴുതാൻ പറ്റുക? log x to the base 4 is greater than 1 ആവൂലേ? ആവോ? വീണ്ടും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോ log x to the base 4 greater than 1 എന്ന് പറയുമ്പോ നമുക്ക് വീണ്ടും x greater than a raised to b, aക്ക് പകരം 4 raised to 1 എഴുതിക്കൂടെ? സംശയം ഉണ്ടോ? അപ്പൊ x is greater than 4 എന്നാവൂലേ? x greater than 4 എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ വാല്യൂ? What is that? 4 to infinity. That's the answer, B. ലോഗിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളെ പറഞ്ഞോളൂ, മറക്കരുതേ. ഓക്കെ ഫൈൻ. അടുത്തോട്ട് പോട്ടെ. ക്ലിയർ ആണോ? ഗുഡ്. എഴുതിയെടുത്തോ? 69ാമത്തെ ചോദ്യം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒറ്റ മിനിറ്റ്. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? Can you hear me? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഫൈൻ. അപ്പോ ആ ഒരു 69 ഒന്ന് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. 99 raised to 2 ആ? 99 കേൾക്കുന്നില്ല? ഹലോ, പറഞ്ഞോ, കേൾക്കാം. പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ.
ഹലോ പെണ്ണെ പറയൂ, കേൾക്കുന്നുണ്ട്? 99 raised to 2. ആ അതെ കറക്റ്റാ. ഓക്കെ 99 raised to 2 അല്ലേ? that's right. ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? ആ ഉണ്ട്. നോക്കി 80th ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? നോക്കി വേഗം. നോക്ക്, നല്ലൊരു ചോദ്യ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, സംഭവം നോക്കണ്ട, ഞാൻ പറയാട്ടാ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് അല്ലേ പെണ്ണേ? എഫ് ഓഫ് എക്സ് എന്താ വരിക പറഞ്ഞേ, നീ പറ. എ പ്ലസ് ബി എഫ് ഓഫ് എക്സ് എന്നാവൂലേ? ആണോ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായിട്ട് മാറും പറ? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എക്സ് എന്നാവൂലേ? അപ്പൊ ഇതൊരു ഒരു വട്ടാണ്, ഫസ്റ്റ് ടൈം ആണ്, ഒരു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടോ. എഫ് ഓഫ് എക്സ് ആയേ. അപ്പം എന്തായിട്ട് മാറി? എ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എക്സ് എന്നായില്ലേ? ആയോ? ഇനി അടുത്ത് പറ. എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? സോറി, എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 3 വന്ന എന്താ വരിക? എഫ് ഓഫ് എക്സിന്റെ പകരം എ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എക്സ് എന്ന് കൊടുത്തൂടെ? പറയ്. അപ്പൊ എന്താ ഡെഫിനേഷൻ പ്രകാരം? എ പ്ലസ് ബി ഇൻറ്റു ഉള്ളിലുള്ളത് ആണോ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് മൂന്നാമത്തതാണേ. അപ്പൊ എ ഉണ്ട്, പിന്നെയോ ഒരു എ ബി ഉണ്ട്, പിന്നെയോ ഒരു എ ബി സ്ക്വയർ ഉണ്ട്, പിന്നെയോ ഒരു ബി ക്യൂബ് എക്സ് ഉണ്ട്, ആണോ? നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. രണ്ടാമത്തത് ആയപ്പോ സെക്കൻഡ് ടൈം ഇതായത് ഞാൻ പറഞ്ഞില്ലേ, സോറി, ഇത് 1, ഇത് 2. രണ്ടാമത്തതായപ്പോഴും ബി സ്ക്വയർ എക്സ് അല്ലേ പെണ്ണേ? മൂന്നാമതായപ്പം ബി ക്യൂബ് എക്സ് അല്ലേ? അപ്പം 6 ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ ബി റൈസ് ടു ആർ എക്സ് ഉണ്ടാവൂലേ? അപ്പം ഈ ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം, കാരണം ബി റൈസ് ടു ആർ എക്സ് ഉണ്ടാവുക, ആണോ? ഇതിങ്ങനെ റിപ്പീറ്റ്. പിന്നെ നോക്കിക്കേ, ഫസ്റ്റ് ടേം ആയപ്പം എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ആയപ്പം എ പ്ലസ് എ ബി വന്നു. തേർഡ് ആയപ്പം എ പ്ലസ് എ ബി സ്ക്വയർ വന്നില്ലേ? അപ്പൊ 6 ആകുമ്പോ എ പ്ലസ് എ ബി സ്ക്വയർ എക്സെട്ര എ ബി റൈസ് ടു ആർ മൈനസ് 1 ആവൂലേ? ആവോ? അതൊരു ജി പി അല്ലേ, നമ്മൾ ഇന്നലെ പഠിച്ച പോലെ? ജി പിന്റെ സം അല്ലേ, 6 ടേംസിന്റെ സം അല്ലേ? എന്താ വരിക ഫോർമുല? എ ബൈ എ ഇൻറ്റു ആർ റൈസ് ടു എൻ, എ ഇൻറ്റു ബി റൈസ് ടു ആർ ആണോ? കാരണം ഈ ഒരു ജി പിയുടെ ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ബിയും അല്ലേ? അപ്പം എ ഇൻറ്റു ആർ റൈസ് ടു എൻ വരണം. ആറിന് പകരം ബിയും എന്നിന് പകരം ആറും അല്ലേ? കാരണം 6 ടേംസ് ആണുള്ളത്. -1 ഡിവൈഡ് ബൈ എന്താ വരിക? ബി -1 അല്ലേ? കൂടെ ആരുണ്ട്? ബി റൈസ് ടു ആർ എക്സ് അല്ലേ? ബി റൈസ് ടു ആർ എക്സ് ഓൾറെഡി ഉണ്ട്. ഇതെന്താണ്? ഇറ്റ് ഫോംസ് ദി സം ഓഫ് എ ജി പി വിത്ത് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എ, കോമൺ റേഷ്യോ ഇസ് ഈക്വൽ ടു ബി ആൻഡ് ആർ ടേംസ് ആർ ദിയർ അല്ലേടോ? അപ്പൊ നമ്മൾ ജി പിയുടെ സം ആയിട്ടുള്ള എസ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ബൈ ആർ മൈനസ് 1 കൊടുക്കുമ്പോ അത് എ ഇൻറ്റു ബി റൈസ് ടു ആർ മൈനസ് 1 ബൈ ബി മൈനസ് 1 പ്ലസ് ബി റൈസ് ടു ആർ എക്സ് ആയിട്ട് മാറി. സോ ഓപ്ഷൻ ഇ ഈസ് ദി ആൻസർ ആണോ? ഓക്കെ ഫൈൻ. 80 ഇ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? 81 എന്താ? പീരീഡ് ഓഫ് ദി ഫംഗ്ഷൻ സൈൻ 2x. സൈൻ എക്സിന്റെ പീരീഡ് 2π ആണ്. എന്താണ്?
സൈൻ എൻ എക്സ് വന്നാൽ 2π/n വരിക. എന്താണ് 2π/n. സൈൻ 2x എന്താ വരിക? 2π/2 വരില്ലേ? എത്രയാ? π/b is the answer. Okay, നോട്ട് ചെയ്തോ? സംശയമില്ലല്ലോ? ഇല്ല. ആർഗ്യുമെന്റ് ഒക്കെ ഞാൻ പറയുമ്പം ഒരു മിനിറ്റ്. ആർഗ്യുമെന്റ് ഒക്കെ നമുക്ക് കോംപ്ലക്സ് നമ്പർ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കട്ടാ, അല്ലാണ്ട് അത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം. 23 അത് വലിയ കുഴപ്പമില്ല. 23 നോക്ക്. 23 എന്താ പറയുന്നത് നോക്കിയേ. r × cos θ + i sin θ അല്ലേ? z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ആണെന്ന് ഓർമ്മ ഉണ്ടോ? അത് സംശയം ഉണ്ടോ? ഇല്ല. ഗുഡ്. z ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് ആണെന്ന് സംശയം ഉണ്ടോ? ഓക്കെ ആണോ? ഉറപ്പാണോ? നമുക്ക് നോക്കാം അല്ലേ? ഇപ്പൊ 2-3 കാര്യങ്ങൾ ഞാൻ മിക്സപ്പ് ചെയ്ത് പറയും, സംശയം ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ. ആദ്യം നമുക്ക് z/z ബാർ ചെയ്യട്ടെ. z/z ബാർ എന്ന് പറയുമ്പം z എന്താ വേണ്ടേ? r × പറയേ cos θ + i sin θ അല്ലേ? z ബാർ എന്താ വരിക? r × cos θ - i sin θ അല്ലേ? അപ്പൊ ഈ 6 വെട്ടിപ്പോലെ ബാക്കി എന്താ വരിക പറഞ്ഞേ? 2 cos θ. എന്താ 2 cos θ അല്ലേ? 2 cos θ ആവുന്നേ? അല്ല, cos θ കട്ടാവും. ഇല്ലല്ല, cos θ കട്ടാവില്ല. cos θ + i sin θ അങ്ങനെ തന്നെ നിക്കൂലേ? ഈ അടിയിലെ പവർ 1 അല്ലേ? അത് മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാല് cos θ - i sin θ raised to -1 ആവൂലേ? ആവോ? ഒരു ഫോർമുലയുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമുലയുണ്ട്, ശ്രദ്ധിക്കണേ. cos θ + i sin θ കാണുന്നില്ലേ? raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? cos θ raised to n എന്ന് പറഞ്ഞാൽ ഡിമോവേഴ്സ് തിയറം എന്നാണ് അതിന് പറയാ. അക്കോർഡിംഗ് ടു ഡിമോവേഴ്സ് തിയറം ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഈ n നെ നിനക്ക് കോസിനും സൈനും കൂടെ കൊടുക്കാം. അപ്പൊ എന്തായിട്ട് മാറും? cos n θ + i sin n θ ആയിട്ട് മാറും. ദിസ് ഇസ് നോൺ ആസ് ഡിമോവേഴ്സ് തിയറം. ഓക്കെ, അതേ കൺസെപ്റ്റ് ഞാൻ ഇവിടെ കൊടുത്താൽ ഈ -1 എനിക്ക് തീറ്റന്റെ കൂടെ 2 സ്ഥലത്തും കൊടുത്തൂടെ വേണ്ടേ? അപ്പൊ cos θ + i sin θ ഇൻറ്റു തീറ്റയുടെ അവിടെ -1 കൊടുത്താൽ അത് കോസ് -θ എന്നാവില്ലേ? പിന്നെ -i sin of -θ എന്നാവില്ലേ? കാര്യം പറഞ്ഞ മനസ്സിലായോ? ചില തീറ്റയുടെ മുമ്പിൽ -1 കൊടുക്കാം, മറ്റേ കേസിലും തീറ്റയുടെ മുന്നിൽ -1 കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്തായിട്ട് മാറി? cos θ + i sin θ. ഇനി ശ്രദ്ധിക്കണം, ഇൻഡു ശ്രദ്ധിക്കണം. cos -θ എന്ന് പറഞ്ഞാൽ അത് cos തന്നെയാ, ഈവൻ ഫംഗ്ഷൻ ആണ്. cos ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. എന്ത് പറയാം? cos -θ = cos θ. ക്ലിയർ ആവുന്നുണ്ടോ? പക്ഷേ സൈൻ -θ എന്ന് പറഞ്ഞാൽ -sin θ ആണ്. അതൊക്കെ നമ്മൾ +1 ട്രിഗ്നോമെട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ cos -θയ്ക്ക് പകരം എനിക്ക് cos θ എന്ന് കൊടുക്കാം. പക്ഷേ സൈൻ -θ എന്ന് പറഞ്ഞാൽ -sin θ ആണ്. ഒരു നെഗറ്റീവ് ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് അത് +i sin θ ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പൊ ഇത് രണ്ട് സെയിം ആണോ നോക്കിയേ? ആണ്. അപ്പൊ എന്ത് വന്നു? cos θ പറഞ്ഞോ? i sin θ the whole square വരൂലേ? സംശയം ഉണ്ടോ? That is equal to ഈ 2 നമുക്ക് ഡിമോവേഴ്സ് തിയറം പ്രകാരം മുന്നോട്ട് എഴുതി കഴിഞ്ഞാൽ cos 2θ + i sin 2θ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതുവരെ ചെയ്യേ വേഗം. അതുവരെ എഴുതുക.
എഴുതിയോ? എഴുതി സർ. അപ്പൊ അതേപോലെ ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നില്ല, സിമിലർലി എന്ന് പറയുള്ളൂ. സിമിലർലി അപ്പൊ ഒരു ടേമും കൂടെ ബാക്കിയില്ലേ? സെഡ് ബാർ ബൈ സെഡ് അല്ലേ? എന്താ സെഡ് ബാർ ബൈ സെഡ് വരിക? സെഡ് ബാർ എന്ന് പറയുമ്പോൾ എന്താ? സെഡ് ബാർ ബൈ സെഡും ഇതേപോലെ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ കോസ് 2 തീറ്റ മൈനസ് ഐ സൈൻ 2 തീറ്റ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മളോട് ചോദിച്ചത് സെഡ് ബൈ സെഡ് ബാറും, അത് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു. സെഡ് ബാർ ബൈ സെഡ് നമുക്ക് ചെയ്ത് നോക്കിയാൽ അതേപോലെ കിട്ടും. രണ്ടും കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ സെഡ് ബൈ സെഡ് ബാറിന് നമ്മൾക്ക് കിട്ടിയ വാല്യൂ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ 2 തീറ്റ ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടിയ വാല്യൂ കോസ് 2 തീറ്റ മൈനസ് ഐ സൈൻ 2 തീറ്റ ആയിരുന്നു. ആണോ? ഇത് രണ്ടുപേരും കൂടെ കട്ടായി പോലെ കോസ് 2 തീറ്റയും കോസ് 2 എന്ത് കിട്ടും? 2 cos 2 theta. B is the answer. വേഗം ചെയ്തോ. ക്ലിയർ ആണ്? സംശയം ഉണ്ടോ? ഇല്ല. 42 ചെയ്യണം. 42nd ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഈ 42ാമത്തെ ചോദ്യം പറയണമെങ്കിൽ ഞാൻ ഈ ഒമേഗ എന്താന്ന് ആദ്യം പറയണം. ഓക്കെ, തൽക്കാലം ഞാൻ ഒമേഗന്റെ പേരേ പറഞ്ഞുള്ളൂ. വാല്യൂ നമ്മൾ ലേറ്റർ ചോദ്യം ചെയ്യുമ്പോൾ പറയൂട്ടാ. ഒമേഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. അപ്പൊ ഒമേഗയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നീ ഓർത്ത് വെക്കണം. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിലെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന്, ആ ഒമേഗനെ ക്യൂബ് എടുത്താൽ നമുക്ക് 1 കിട്ടണം. കാരണം ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി 1 ആണല്ലോ. അപ്പൊ ഒമേഗനെ ക്യൂബ് എടുത്താൽ നമുക്ക് 1 കിട്ടണം. പിന്നെ 1ഉം ഒമേഗയും ഒമേഗയുടെ സ്ക്വയറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആയിട്ടുള്ള ഒമേഗനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ ഒരു ഒമേഗ റൈസ് ടു 10 11 അതിനെനിക്ക് ഒമേഗ റൈസ് ടു 9 ഇൻറ്റു ഒമേഗ റൈസ് ടു 1 എഴുതിക്കൂടെ? ഒമേഗ റൈസ് ടു 9 എന്ന് പറഞ്ഞ ഒമേഗ ക്യൂബ് റൈസ് ടു 3 അല്ലേ? ഇൻറ്റു ഒമേഗ എന്ന് എഴുതിക്കൂടെ? ഒമേഗ ക്യൂബ് 1 അല്ലേ? 1 റൈസ് ടു 3 1 അല്ലേ? അപ്പൊ ഇൻറ്റു ഒമേഗ കിട്ടും. എന്ത് കിട്ടും? ഒമേഗ കിട്ടൂലേ? അതേപോലെ എന്റെ കയ്യിൽ ഒമേഗ റൈസ് ടു 23 ഉണ്ട്. അതിനെ എനിക്ക് ഒമേഗ റൈസ് ടു 21 ഇൻറ്റു ഒമേഗ സ്ക്വയർ എഴുതിക്കൂടെ? ഈ 21ന് ഒമേഗ ക്യൂബ് റൈസ് ടു 7 എഴുതിക്കൂടെ? ഇൻറ്റു ഒമേഗ സ്ക്വയർ എഴുതിക്കൂടെ? ഒമേഗ സ്ക്വയർ ബാക്കി കിട്ടും. നോക്ക്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ സൈൻ ഓഫ് എന്താ വരിക? സൈൻ ഓഫ് ഒമേഗ റൈസ് ടു 10ന് പകരം കുട്ടി നമുക്ക് ഒമേഗ കൊടുത്തൂടെ? ഒമേഗ റൈസ് ടു 23ക്ക് പകരം നമുക്ക് ഒമേഗ സ്ക്വയർ കൊടുത്തൂടെ? പറ്റുമോ? പൈ മൈനസ് പൈ ബൈ 6 അല്ലേ? ആണോ? ക്വസ്റ്റ്യൻ നോക്ക്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒമേഗയും ഒമേഗ സ്ക്വയറും ഒമേഗയും ഒമേഗ സ്ക്വയറും 1ഉം കൂടെ കൂട്ടുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റീറൈറ്റ് ചെയ്താൽ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയറിന് -1 എന്ന് കൊടുത്തൂടെ? പറ്റുമോ? അപ്പൊ എന്തായിട്ട് മാറും? ഈ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയറിന് -1 കൊടുത്താൽ ഇത് മൈനസ് പൈ ആവൂലേ? മൈനസ് പൈ ബൈ 6 എന്ന് കിട്ടൂലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് 7 പൈ ബൈ 6 ആവൂലേ? ഓക്കെ, ഈ ഒരു സംഭവം എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ലേറ്റർ ഓൺ ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. സോ തൽക്കാലം സൈൻ ഓഫ് മൈനസ് 7 പൈ ബൈ 6 ആണ് ആൻസർ കിട്ടാന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന സൈൻ ഓഫ് മൈനസ് 7 പൈ ബൈ 6നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1/2 ആയിരിക്കും. എന്താണ്? സോ ഇ ഈസ് ദി ആൻസർ. ഓക്കെ, ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് പെട്ടെന്ന് കാണിക്കണോ? ലാസ്റ്റ് ചെയ്തോണ്ടോ? ഏതാ? -5
ഇതാ ഇവിടെ സൈൻ ഇതിന്റെ വാല്യൂ പറഞ്ഞ -1. അതല്ല അതിന്റെ അടിയത്തെ -7π/6 കിട്ടി പറഞ്ഞില്ലേ? ആ ഇതാ 6 into -π -6π -π -7π/6. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ല ഈ സൈൻ ഓഫ് -7π/6 1/2 ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ട്രിഗ്നോമെട്രി ചാപ്റ്റർ പഠിക്കുന്ന വേണം. അത് നമുക്ക് പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടാ. ഇതുവരെ ക്ലിയർ ആണോ? അടുത്ത ചോദ്യം 29. ഈ പറഞ്ഞ ഒമേഗയായിട്ട് ബന്ധപ്പെട്ട വേറെ ചോദ്യം 29 നോക്കിയേ. കാണുന്നുണ്ടോ? എന്താ ചോദ്യം? ബി പ്ലസ് സി ഒമേഗ കുറേ ഒമേഗ ടേം ഇല്ലേ? ഉണ്ടാ? ഓക്കെ ഫൈൻ. ഞാൻ ചെയ്യുന്ന കാര്യം പറയട്ടെ. ഞാന് മുകളിലും താഴത്തും എല്ലാ ടേംസിനെയും ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? മുകളിൽ എന്താ വരെ പറഞ്ഞേ? എ ഒമേഗ സ്ക്വയർ വരും ആണോ? പറയട്ടെ എന്തൊക്കെ വരും? എ ഒമേഗ സ്ക്വയർ വരും, പിന്നെ ബി ഒമേഗ സി ഒമേഗ ക്യൂബ് അല്ലേ? താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആരെ കൊണ്ട്? ഒമേഗയെ കൊണ്ട്. തൽക്കാലം ഞാൻ ഒമേഗയെ കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനെ എഴുതി വെക്കുകയാണ്. ഓക്കെ ആണോ? ഇവിടെ ഈ ന്യൂമറേറ്ററിൽ ഞാൻ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ ഒമേഗ ക്യൂബ് പ്ലസ് ബി ഒമേഗ പ്ലസ് സി ഒമേഗ സ്ക്വയർ. താഴെ ഞാൻ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒമേഗനെ പുറത്ത് നിർത്തിയിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്താ ഒമേഗ ക്യൂബ് 1 അല്ലേ? അപ്പൊ ന്യൂമറേറ്റർ എ ഒമേഗ സ്ക്വയർ പ്ലസ് ബി ഒമേഗ പ്ലസ് സി എന്നായി പോലെ അവോ? താഴെ ഒമേഗയുടെ ഉള്ളിൽ ആരൊക്കെയാ ഉള്ളത് പറയും? എ ഒമേഗ സ്ക്വയറും ബി ഒമേഗയും സിയും ഉണ്ട്. സംശയം ഉണ്ടോ? ഇനി നോക്കിയേ, ഈ എ ഒമേഗ ക്യൂബ് പ്ലസ് ബി ഒമേഗ പ്ലസ് സി ഒമേഗ സ്ക്വയറിൽ ഒമേഗ ക്യൂബിന് നമ്മൾ 1 കൊടുക്കുമ്പോ എ പ്ലസ് ബി ഒമേഗ പ്ലസ് സി ഒമേഗ സ്ക്വയർ വരൂലേ? വരുവോ? താഴെ ഒമേഗ ഇൻറ്റു എ പ്ലസ് ബി ഒമേഗ പ്ലസ് സി ഒമേഗ സ്ക്വയർ അല്ല വേണേ? അപ്പൊ നീ നോക്കുമ്പോ എന്തായി പോവും? ഇത് രണ്ടും വിട്ടൂലേ? ഇത് രണ്ടും വിട്ടൂലേ? ബാക്കി എന്തേ ഉള്ളൂ? 1/ω + 1/ω പ്ലസ് 1/ω എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആൻസർ ഓപ്ഷൻ ഉണ്ടാ? ഇല്ല. കാണുന്നില്ല. ഉണ്ടോ? അപ്പൊ ഇതിനെ ഞാൻ മുകളും താഴത്തും ഒമേഗ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ 2 ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ക്യൂബ് എന്നാവൂലേ? അപ്പൊ എന്തായിട്ട് മാറും? ഒമേഗ ക്യൂബ് 1 അല്ലേ പെണ്ണേ? ആൻസർ എന്തായിട്ട് മാറും? ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. വേഗം. ക്ലിയർ ആണോ? അടുത്തോട്ട് പോട്ടെ. അടുത്തത് 33 നോക്ക്. കാണുന്നുണ്ടോ? നമ്മളോട് മോഡ് സെറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആണോ? നോക്കിയേ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡ്ലെസ് എന്ന് പറയുന്നത് √(a² + b²). അത് ആദ്യം ഓർത്ത് വെക്കാം. ഓക്കെ ആണോ? ഞാൻ ഈ രണ്ട് ഭാഗത്തും മോഡുലസ് എടുക്കാൻ പോവാണ്. അപ്പൊ മോഡുലസ് ഓഫ് √5 + √3i raised to 33 is equal to modulus of
2⁴ into z എന്ന് വരും. മനസ്സിലായോ? ഉം. മോഡ് z കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തും മോഡ് എടുത്തത്. ക്ലിയർ അല്ലേ? √5 പ്ലസ് √3 അതിന്റെ മോഡുലസ് √(a²+b² എന്ന കൺസെപ്റ്റ് പ്രകാരം √(a²5 പ്ലസ് b²3 raised to 33 എന്ന് കിട്ടൂലേ? ഇവിടെ 2⁴ മോഡുലസ് 2⁴ തന്നെയാണ്. ഉള്ളിൽ ആരുണ്ട്? മോഡ് സെറ്റ് ഇല്ലേ? ഉണ്ടോ? ഈ √5ഉം √3 കൂടെ സോറി 5 3 കൂട്ടി 8 അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. √8 2√2 ആണോ? എടോ √8 എന്ന് പറഞ്ഞാൽ 2√2 അല്ലേ? ഈ 2√2 എന്ന് പറഞ്ഞാൽ √2ന്റെ ക്യൂബ് ആണോ? നോക്ക്. ആണോ? √2 എന്ന് പറഞ്ഞാൽ 2⁻½ അല്ലേ? അപ്പൊ 2⁻½ ക്യൂബ് അല്ലേ? അപ്പൊ √5 പ്ലസ് √8നെ 2√2 എന്ന് എഴുതാം, അതിനെ √2 ക്യൂബ് എന്ന് എഴുതാം, അതിനെ 2⁻² ഹോൾ ക്യൂബ് എന്ന് എഴുതാം. സോ ഞാൻ അത് എഴുതാണ് ഇവിടെ 2⁻² ഹോൾ ക്യൂബ് raised to 33 ആണോ? which is equal to എന്തിന് ഈക്വലാ? 2⁻49 into mod z. സംശയം ഉണ്ടോ? അത് 3 മൾട്ടിപ്ലൈ ചെയ്തൂടെ? 33ഉം 3ഉം എത്രയാ? 99. 99/2 എന്ന് കിട്ടോ? which implies 2⁻99/2 ആണോ? is equal to 2⁻49 into mod z എന്നല്ലേ? mod z എന്ന് പറയുമ്പം 2⁻99/2 by 2⁻49 എന്ന് വരും. ബൈ എന്ന് പറഞ്ഞാൽ പവർ കുറയ്ക്കലല്ലേ? അപ്പൊ 2⁻99/2 നിന്നും 49 2⁻99/2 നിന്നും 49 കുറയ്ക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 99/2 എന്ന് പറഞ്ഞാൽ 49.5 ആണ്. 49.5 നമ്മൾ എന്താ കുറയ്ക്കുന്നത്? പറയേ. 49 കുറയ്ക്കുമ്പം 2⁻½ അല്ലേ ബാക്കി? ആണോ? 2⁻½ എന്താ ഉത്തരം? √2. സോ മോഡുലസ് എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫ്രം ദി ചാപ്റ്റർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ക്ലിയർ ആണോ? അടുത്തിലോട്ട് പോട്ടെ. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ 47 ഒന്ന് ചെയ്തു നോക്കും. ഇതേപോലെ ഹിന്റ് ഞാൻ പറയാം, കാരണം a² + b² കാണാനുള്ളത് കൊണ്ട് both sides we have to take modulus. ഇപ്പൊ ചെയ്ത അതേ പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. സോ ലിസൺ ഹിയർ. രണ്ട് ഭാഗത്തും മോഡുലസ് എടുത്തൂടെ? ഇപ്പൊ മോഡ് √8 പ്ലസ് i raised to 50 ഈക്വൽ ടു 3⁻49 മോഡ് a പ്ലസ് ib. മോഡുലസ് രണ്ട് ഭാഗത്തും എടുത്തു. ഓക്കെ ആണോ? ഈ √8 പ്ലസ് ഐയുടെ മോഡുലസ് എന്ന് പറയുമ്പോൾ √8ന്റെ സ്ക്വയർ 8 പ്ലസ് 1ന്റെ സ്ക്വയർ. ഐയുടെ അവിടെ 1 ഇല്ലേ? 1 അതിന്റെ റൂട്ട് എടുക്കണ്ടേ? വേണോ? റേസ് ടു എത്രയാ കുട്ടിയെ പറ? 50. അപ്പം √8 പ്ലസ് 1 ഐയുടെ മോഡുലസ് ആണ് √8 പ്ലസ് 1. ക്ലിയർ ആണോ? That is equal to 3⁻49 into a plus ib യുടെ മോഡുലസ് √a² + b² അല്ലേ? √8 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? √9 3 അല്ലേ? അപ്പൊ 3⁻50 ഈക്വൽ ടു 3⁻49 into √a² + b² എന്ന് കിട്ടും അല്ലേ? രണ്ടും കൂടെ കട്ട് ചെയ്തൂടെ? അപ്പൊ 3 അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. 3 ഈക്വൽ ടു √a² + b² എന്ന് വരൂലേ? a² + b² സ്ക്വയർ 9 ആവൂലേ? യെസ് ചെയ്യൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്.
അതൊക്കെ നല്ല ചോദ്യമാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി ചോദ്യം കേട്ടോ. 57 കുറെ പറയാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ ലീവ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. തിയറി അധികം പറയാതെ ജസ്റ്റ് തിയറി പറഞ്ഞ് പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അല്ലാതെ ചിലത് നമുക്ക് അറിയാലോ, ചിലത് നമ്മൾ ഫുള്ള് പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. പറയുമ്പോൾ ഒരുപാട് സമയം പോകട്ടെ ഒരു ക്വസ്റ്റൻ തന്നെ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഞാൻ ഇപ്പൊ ചൂസ് ചെയ്യാത്ത തൽക്കാലത്തേക്ക്. ഓക്കെ, നേരത്തെ ക്വസ്റ്റൻ ചെയ്തപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഒമേഗയെ നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കും, പക്ഷെ ഒമേഗ എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയൂല. കുറച്ച് കണ്ടൊരു ചോദ്യം ചെയ്യുമ്പോൾ ഒമേഗ എന്താന്ന് പറയുന്നത് പറഞ്ഞ ഓർമ്മണ്ടാ? ഓർമ്മണ്ടാ? എന്നാ ഓർത്തോ, ഈ പറയുന്ന ഇയാളില്ലേ, ഈ പുള്ളിക്കാരനാണ് ഒമേഗ. ആ പുള്ളിക്കാരനെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആളാണ് ഇപ്പുറത്തുള്ള റൈറ്റിലുള്ള ആള്. പുള്ളിയാണ് എന്ത്? ഒമേഗ സ്ക്വയർ. കണ്ടാ? അപ്പൊ അതെന്താ ആക്ച്വലി എന്താ സാധനം? ക്വസ്റ്റ്യൻ ഒമേഗ റൈസ് ടു 26 പ്ലസ് പറഞ്ഞോ ഒമേഗ സ്ക്വയർ റൈസ് ടു 26 ആണ് അല്ലടോ? ഒമേഗ ഡയറക്റ്റ് തരാണ്ട് ഒമേഗയുടെ വാല്യൂ എന്ന് ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ ഒമേഗ റൈസ് ടു 26 പ്ലസ് ഒമേഗ റൈസ് ടു 52 എന്ന് എഴുതി കൂടെ പെണ്ണേ? ഒമേഗ റൈസ് ടു 26 എന്ന് പറഞ്ഞ ഒമേഗ റൈസ് ടു 24 ഇൻറ്റു ഒമേഗ റൈസ് ടു 2 അല്ലേ? ഒമേഗ റൈസ് ടു 52 നമുക്ക് വേണമെങ്കിൽ ഒമേഗ റൈസ് ടു 51 ഇൻറ്റു ഒമേഗ റൈസ് ടു 1 എഴുതി കൂടെ? ഈ ഒമേഗ റൈസ് ടു 24 എന്ന് പറയുമ്പോ ഒമേഗ ക്യൂബ് റൈസ് ടു 8 അല്ലടാ? ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗ റൈസ് ടു 51 ഒമേഗ ക്യൂബ് റൈസ് ടു 17 ആയിരിക്കൂടെ? ഇൻറ്റു ഒമേഗ ആണോ? ഇത് 1 അല്ലേ? 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ അല്ലേ? ഇത് 1 അല്ലേ? 1 ഇൻറ്റു ഒമേഗ അല്ലേ? നമുക്കറിയാം 1ഉം ഒമേഗയും ഒമേഗ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ 0 ആണെങ്കിൽ ഒമേഗയും ഒമേഗ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ -1 വേണ്ടേ? So A is the answer. Clear ആണോ? അടുത്ത പോട്ടെ. ഒരു മിനിറ്റ് എഴുതട്ടെ. അടുത്തോട്ട് പോട്ടെ. ഓക്കെ, 3 ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, നോ പ്രോബ്ലംസ്. മൂന്നാമത്തെ ചോദ്യം എന്താ? മൂന്നാമത്തെ ചോദ്യം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. എന്റെ ബുദ്ധിയിൽ ഇപ്പത്തെ ഒരു ഐഡിയ വെച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പറ്റുന്ന 30 സെക്കൻഡാണ് ആലോചിച്ചു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാം നടക്കുന്ന ആലോചിച്ച് നോക്കിയ. നടക്കോ? അതേതാ നിങ്ങൾക്ക് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിന്റെ വാല്യൂസ് ഇട്ട് നോക്കിയിട്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അങ്ങനെയും ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ചെയ്ത് നോക്കണോ? അത് എക്സിന് 1 കൊടുക്കുന്നുണ്ട് ഈക്വൽ ടു 0 കിട്ടുന്നു നോക്കുക, പിന്നെ എക്സിന് 2 കൊടുക്കുക ഈക്വൽ ടു 0 കിട്ടുന്നു. അങ്ങനെ ചെയ്ത് നോക്കണോ നിനക്ക്? അല്ല, അങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കണം തോന്നുന്നുണ്ടോ? മറ്റേതും ടൈം ആവും. ഓക്കെ ഫൈൻ. അല്ല, മറ്റേതാ കുറച്ചും കൂടി ഈസി. വാല്യൂസ് കൊടുക്കുന്ന കുറച്ച് ഈസി, കാരണം വേഗം കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം 3 ഇൻറ്റു 2 ഇൻറ്റു 1 3 സ്ക്വയർ വരും ഒന്നാമത്തത്, മൈനസ് 2 ഇൻറ്റു 3⁻1 പ്ലസ് 3 ക്യൂബ് വരും അല്ലേ? പ്ലസ് 81 എക്സിന് 1 കൊടുക്കുമ്പോ. അപ്പം 3 സ്ക്വയർ 9, 2 ക്യൂബ് എന്ന് പറയുമ്പം 3 ക്യൂബ് 50, 24 മൈനസ് 54 പ്ലസ് 81 0 ആവില്ല. പിന്നെ 2 കൊടുത്ത് നോക്കുക, 0 കിട്ടുന്നുണ്ടോ? 3 അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ ചെയ്യാം. ഞാൻ എന്റെ ഫോർമൽ മെത്തേഡ് പറഞ്ഞുതരാം. അതും കൂടെ പറഞ്ഞ എന്താ പറയുക, എക്സാമിന് ചിലപ്പം ഈ ഫോർമൽ മെത്തേഡ് കത്തിയില്ലെങ്കിൽ അതെങ്കിലും ഇട്ട് നോക്കാലോ. 3⁻2x നമുക്ക് 3⁻x² ആയിരിക്കൂടെ? കുഴപ്പമുണ്ടോ? പിന്നെന്താ ഉള്ളത് ബാക്കി? -2 ഇൻറ്റു ഈ 3⁻x+2 എനിക്ക് ഉള്ളിൽ 3⁻x ഇൻറ്റു 3⁻2 എഴുതിക്കൂടെ?
പ്ലസ് 81 ഈക്വൽ ടു 0 ആണോ? ആ അപ്പൊ ഒന്നും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത് 3x ഹോൾ സ്ക്വയർ, ഈ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. ഈ 9 രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 വരും. 18 ഇൻറ്റു 3x പ്ലസ് 81 ഈക്വൽ ടു 0 എന്ന് കിട്ടൂലേ? ഉം. ഈ 3x എന്ന് പറഞ്ഞാൽ ടി അല്ല കുട്ടിയെ? ആ ടി എടുത്താൽ എന്തായിട്ട് മാറും? ടി സ്ക്വയർ മൈനസ് 18t പ്ലസ് 81 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ആയോ? ആ അപ്പൊ എന്തായിട്ട് മാറും? ടി മൈനസ് 9 ഹോൾ സ്ക്വയർ ആണോ നോക്കി? ആ ആണോ? ആ അപ്പൊ ടി മൈനസ് 9 ഈക്വൽ ടു എന്താവണം? 0 ആവണ്ടേ? ഉം. ടി ഈക്വൽ ടു 9 ആവണ്ടേ? ആ ടി 9 ആവാന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ ആയിട്ടുള്ള 3x 9 ആവണ്ടേ? ഉം. 3x 9 ആവണം. എക്സിന്റെ വാല്യൂ എന്താവണം? ആ 2 ആവണം. ചെയ്തോ? ആ അപ്പൊ ഒന്നിൽ എക്സിന് നേരത്തെ 1 കൊടുത്തപ്പോ നമുക്ക് ഈക്വൽ ടു 0 കിട്ടിയില്ലല്ലോ. പക്ഷെ അടുത്ത നീ എക്സിന് 2 കൊടുക്കും, നിനക്ക് ഈക്വൽ ടു 0 കിട്ടും. അത് ചെയ്ത് നോക്കണോ? ഓക്കെ ഫൈൻ. മനസ്സിലായി. ഓക്കെ ഗുഡ്. എഴുതിയോ? ആ ഇത് സർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ കിമിനും കൂടെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. 22 എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയിരിക്കും. പഠിച്ചില്ലേ? അപ്പൊ മൈനസ് ഓഫ് 2 പ്ലസ് എം അതാണ് ബി. അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോ മൈനസ് 4ac ഈക്വൽ 0 അല്ലേ? ഓക്കെ, സോ തൽക്കാലം ഞാൻ ഈക്വൽ ടു 4ac എന്ന് കൊടുക്കുകയാണെ. അപ്പൊ 4 ഇൻറ്റു 1 ഇൻറ്റു എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 എന്ന് കിട്ടുമോ? ഈ നെഗറ്റീവിനെ സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയി പോലെ. ബാക്കിയുള്ളത് m പ്ലസ് 2 ഹോൾ സ്ക്വയർ അല്ലേ വേണ്ടേ? m പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ m സ്ക്വയർ വരും, 4m വരും, 4 വരും സ്ക്വയർ ചെയ്യുമ്പോൾ ആണോ? ഈ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ 4m സ്ക്വയർ വരും, മൈനസ് 16m വരും, പ്ലസ് 16 വരും ആണോ? നോക്ക്, നമുക്ക് ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തൂടെ? ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാണ് റൈറ്റിലോട്ട്. അപ്പൊ 4m സ്ക്വയറിലേക്ക് m സ്ക്വയർ വരുമ്പോൾ 3m സ്ക്വയർ ആയിട്ട് മാറും. ഈ മൈനസ് 16mലേക്ക് 4m വരുമ്പോൾ മൈനസ് 20m ആയിട്ട് മാറും. ഈ 16ലേക്ക് 4 വരുമ്പോൾ 12 ആയിട്ട് മാറും, ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. വേഗം ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അടുത്ത ചോദ്യം. രണ്ട് വളരെ 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 സിമ്പിൾ ചോദ്യം. 2 അത് നീ പറയണം. എ പിയിലാണെങ്കിൽ കെ എന്തായിരിക്കുന്നത്? അത് ഒരു സിമ്പിൾ സാധന, ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ. എടോ കെ എന്തായാലും എ പി ആവുക. ഇട്ട് നോക്കിയാൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. -5 വരാൻ പറ്റൂല, 5 വരാൻ പറ്റൂല, 3 വരാൻ പറ്റൂല, -1 വരാൻ പറ്റില്ല. പിന്നെ ആരേ ഉള്ളൂ? -3. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ചോദ്യം. 3 എന്താ മൂന്നാമത്തെ ചോദ്യം പറയുന്നത്? സം ഓഫ് ദ ഫസ്റ്റ് 75 ടേംസ്. എസ് 75 അറിയാം, 26 25 ആണ് ആണോ? എന്താ ചോദിച്ചിരിക്കുന്നത്? 38th ടേം ആണല്ലോ. 38 ആ ചോദിച്ചിരിക്കുന്നത് ആണോ? ഞാൻ ചോദിക്കട്ടെ, S75ന്റെ ഫോർമുല നമ്മൾ എഴുതുകയാണെങ്കിൽ അത് 75/2 ഇൻറ്റു 2a പ്ലസ് 74d ആയിരിക്കില്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 26225 തന്നിട്ടില്ലടാ. ഈ 75/2 പുറത്ത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഉള്ളിലുള്ള 2 ടേമിന്റെ അടുത്തും 2 കോമൺ ഉണ്ടാവും. ഉള്ളിലുള്ള 2 ടേമിന്റെ അടുത്ത് 2 ഇല്ലേ? അപ്പം ബാക്കി a പ്ലസ് 37d അല്ല ഉണ്ടാവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2625 എന്ന് വരില്ലേ? ഈ പറഞ്ഞ ഈ 2 2s കട്ട് ചെയ്യൂലേ?
ആ അപ്പൊ A+37D എന്ന് പറയുന്ന സംഭവം 2625/75 ആയിട്ട് മാറൂലേ? ആ എടോ ഈ A+37D അല്ലേ A38 എന്ന് പറഞ്ഞ? ആ അപ്പൊ ഡിവൈഡ് ചെയ്താ പോരെ? ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 37. ഓപ്ഷൻ അടുത്ത 35 ആണ് ആൻസർ കേട്ടാ. ചെയ്തോ. ഇതിപ്പോ വേറെ വാല്യൂ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന് ഡി എടുത്താ പോരെ? നടക്കൂല. ഇതാണ് ഇതേ പറ്റുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ 38th ടേം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കാരണം AP തന്നിട്ടില്ലല്ലോ. ടിപ്പിക്കൽ ചോദ്യമാണ്. 75 ടേംസിന്റെ സമ തന്നാൽ 38th ടേം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം A+37D അതിനുള്ളിൽ കിട്ടുമ്പോ A38 ആവുന്നേ കൊണ്ടാണല്ലോ 38th ടേം കാണുന്നേ. അതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻ. അടുത്ത ചോദ്യം. നമ്മൾ ഇന്നലെ പഠിച്ച GP ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം 4. If the second and fifth terms of a GP are 24 and 3 respectively, അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ AR അല്ലേ, ആണോ? അത് 24 അല്ലേ. ഫിഫ്ത് ടേം എന്ന് പറയുമ്പോൾ AR⁴ അല്ലേ, അത് 3 എന്നല്ല പറഞ്ഞിരിക്കുന്നേ. നമ്മൾ ഡിവൈഡ് ചെയ്തോർമ്മ നമുക്ക് ഈ രണ്ട് കേസസ് വന്നപ്പോ. അപ്പം 1 ഉം 2 ആണ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2/1 നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? 2/1 നമ്മൾ ചെയ്യുമ്പം AR⁴ AR² കൊണ്ടും 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, വേണ്ടേ? രണ്ടും വെട്ടിയിട്ട് R⁴/R² കിട്ടിയില്ലേ? 24/3 8 വരൂല്ലേ? അപ്പൊ R എത്രയാ? സോറി, R² അല്ല, 6 ഉള്ളു ഇവിടെ. അപ്പൊ R³ വരില്ലേ? അപ്പൊ R = 2 ആണോ? സംശയം ഉണ്ടോ? R 2 ആണെങ്കിൽ A × 2 = 24 എന്നാവില്ലടാ. അപ്പൊ A = 12 എന്ന് കിട്ടൂലേ? ഡൗട്ട് ഉണ്ടോ? എന്താ ചോദിച്ചത്? S6 കാണാനല്ലേ ചോദിച്ചിരിക്കുന്നത്. ഫോർമുല എന്താ? A × R⁻⁶ - 1/R⁻1 ആവൂലേ? എയുടെ വാല്യൂ 12 അല്ലേ? 2⁻6 അല്ലേ? -1/2 -1 ആവൂലേ? അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 താഴെ 1 ആയി പോകുന്നുണ്ട്. 2⁻6 എന്ന് പറഞ്ഞാൽ 32 ആണ്, സോറി 64 ആണ്. 64 1 പോയാൽ 63 ആണ്. 12 × 63 വരും, ആണോ? ഒരു മിനിറ്റ്, അയ്യോ നമുക്ക് തെറ്റിയല്ലോ. 3/24 ആ കുട്ടിയെ, 1/8 ആണ്, 1/2 ആണ്. ചെറിയൊരു മിസ്റ്റേക്ക്, കാൽക്കുലേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക്. 8 മിനിറ്റ്. അപ്പൊ A ഒക്കെ മാറും. R 1/2 ആണേ. നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോ മാറിപ്പോയതാ. R 1/2 ആണ്, 2 അല്ല. മനസ്സിലായില്ലേ? അപ്പം A × 1/2 = 24 എന്ന് കിട്ടും. എയുടെ വാല്യൂ 48 ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് S6ലേക്ക് ഫോർമുല എഴുതാം. അപ്പൊ S6 എന്ന് പറയുമ്പോ A × 48 × R⁻n ½ അല്ലേ? -1 ഡിവൈഡഡ് ബൈ എന്താ വരിക? ½ - 1 അല്ലേ? കാൽക്കുലേഷൻ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അറിയില്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 189/2 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി is the answer. ഓക്കെ അല്ലേ? അപ്പം ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാട്ടാ, നാളെ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നീ മറ്റേ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കളക്ട് ചെയ്ത് അയക്കണേ. ഓക്കെ, അപ്പൊ ഇന്ന് 7 ആയി, 8, 9 3 ദിവസം കൂടെ നമുക്ക് കിട്ടുള്ളൂ. സോ പരമാവധി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ഈ 3 ദിവസത്തിലെ ക്ലാസ്സിന്റെ ടൈം രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് കൂട്ടണമെങ്കിലൊക്കെ നീ പറയണോട്ടാ. ഈ ഒരു 3 ദിവസത്തേക്ക് മാത്സ് കുറവല്ലായിരിക്കും? മാത്സ് കുറവായിരിക്കും.
ആ അപ്പൊ ഡാറ്റയില്. ആയിക്കോട്ടെ. അപ്പൊ നീ ആ ക്വസ്റ്റ്യൻസ് അയച്ചാൽ മതി വേഗം. ഞാൻ വിടാം. ഓക്കെ ശരി. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു. ആ.